இன்னைக்கு நம்ம வந்து கரிக் ஸ்பெஷல் வந்து பார்க்க போற வீடியோ என்னன்னா புல்கா அப்படின்னு சொல்லிட்டு அந்த ஒரு எபிசோடுக்கு தான் வந்து நம்ம ரியாக்ட் பண்ண போறோம். நிறைய பேர் வந்து இது ரொம்ப டிஃப்ரெண்டான ஒரு கரிக்கு எஃபர்ட் அப்படின்னு வந்து சொல்லியிருந்தீங்க. ஸோ ரொம்ப ரொம்ப எக்ஸைட்டட் வீடியோ பார்க்கறதுக்கு. வீடியோ போறதுக்கு முன்னாடி சேனலுக்கு இன்னும் சப்ஸ்கிரைப் பண்ணல அப்படின்னா கண்டிப்பா சப்ஸ்கிரைப் பண்ணிடுங்க. உங்களோட சப்போர்ட் எங்களுக்கு ரொம்ப 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 தேவை. வீடியோ பார்த்தலாமா? யா நோட்டி மாதிரி ஃபுல்லா போட்டு வந்து என்னையா அந்த கத்தி சீன், கத்தி மூவி சீன் மாதிரி. മാത്യൂസ് എവിടെ? ഇവനെത് എവിടെ പോയി കിടക്കോ? നീ അവനെ ഒന്ന് വിളിച്ചേ. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവന്റെ ഫോണ് ബിസിയാ. ചേട്ടാ എവിടെ ഈ പഴയ സാധനം കിട്ടണ നല്ല ആന്റിക് ഷോപ്പ് ഏതാണ്? നല്ല കടയാണ് മേളി. അത് തുറന്നിട്ടില്ലല്ലോ. അല്ല സാർ, നമ്മുടെ സ്റ്റാഫ് കീ ആയിട്ട് വന്നോണ്ടിരിക്കും. 5 മിനിറ്റ് ഇപ്പൊ തുറക്കും. സാർ എന്താ സാർ വേണ്ടത്? വാസ്കോഡ ഗാമ ആദ്യമായി കൊച്ചി കാലുകൊത്തിയപ്പോ മൂക്കിയേറ്റിയ കറച്ചി. ചരിത്ര പ്രധാനമുള്ള പഴശ്ശാല സിനിമ മമ്മൂട്ടി ഉപയോഗിച്ച വാളല്ല, ചീപ്പ്. പോർച്ചുഗീസ് അരകല്ല്, ആഫ്രിക്കൻ ആമടപ്പറ്റി, ബ്രിട്ടീഷ് മുറുക്കാഞ്ചെല്ലം, വിളക്കുകൾ, സ്റ്റാൻഡുകൾ, മണ്ണെണ്ണ മണ്ണെണ്ണ സ്റ്റവ്, ഗ്യാസ് സ്റ്റവ്, കേരളത്തിലെ ആദ്യത്തെ പ്രഷർ കുക്കർ, പഴയ നാണയങ്ങൾ, ലോട്ടറി ടിക്കറ്റ്, അങ്ങനെ കൊച്ചി റെസ്റ്റ് എല്ലാം നമ്മുടെ കടയിലുണ്ട് സാറേ. സാർ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട, വെറുതെ കാണാലോ. ഇത്ര നേട്ടം തുറന്നില്ലേ, നിങ്ങൾ എങ്ങനെ ഗതി പിടിക്കാനാണ്? ഗതിയൊക്കെ നമ്മൾ പിടിപ്പിച്ചോളാം കേട്ടോ. പോയിക്കോളാം. സാർ ഇപ്പൊ ചെല്ലി കേട്ടോടാ. അയ്യ, അവന്റെ ഇളി കണ്ടില്ല. വീട്ടിൽ കാണാൻ കുത്തിയിരിക്കാനുള്ളതിനെ കുറ്റിയം മുറിച്ചോണ്ട് വരും മാസ്കും വെച്ചോണ്ട്. അയാള് പറഞ്ഞാലും കാര്യമുണ്ട്, നേരത്തെ കാലത്ത് കട തുറക്കണം, അതേ ഗതി പിടിക്കാത്ത. ആണാ? അതിന് നേരത്തും കാലത്തും വരുന്ന പണിക്കാരനെ വെക്കണം. നീ അല്ലേ അവനെ പണിക്ക് വെച്ചത്? അവനെ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞ വേണ്ടാന്ന്. എടാ 3-4 ഫോറിൻ ലാംഗ്വേജ് അറിയേണ്ട കൊടുത്ത ഈ പൈസക്ക് വേറെ എവിടെയും പണിക്ക് കിട്ടുമോ? അതുകൊണ്ടല്ലേ സഹിക്കണേ. സഹിച്ചോ? ആ ദേ വരുന്ന നൗഷാദ് വാവ. അതെ, ഞാൻ വിളിക്കാത്ത DJ ബുക്ക് ചെയ്യണമെന്നുണ്ട്. ബൈ. എന്താണ് ഇക്ക നേരത്തെ വന്ന? ആരായിരുന്നു ഫോണി? അവനാ എന്റെ ചിക്കാടി സംസാരിക്കണായിരുന്നു. എന്തേ? അടുത്ത പോലീസ് കേസ് ഒപ്പിക്കാനുള്ള പരിപാടിയാണ്. മിക്കവാറും ഉടനെ ഇവിടെ പോലീസ് വരും. നിന്റെ കരുനാക്ക് വെച്ച് പറയാ, കട തുറക്കാൻ പോണുള്ളൂ. ഏക്കാ സംഭവം ശരിയാണ്. ഞാൻ നിങ്ങളുടെ സ്റ്റാഫൊക്കെയാണ് എന്ന് പറഞ്ഞ എന്റെ പേഴ്സണൽ കാര്യത്തിലൊക്കെ ഇടപെടണമെന്ന് കബൂറാവും. എനിക്കത് ഇഷ്ടമല്ല. ശരി, പ്രൊഫഷണൽ ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ സമയം എത്രയായി? സമയം വാച്ച് ചോദിക്കാൻ ഓടൂല. ഓടിക്കും ഞാൻ. ഇപ്പോഴാണ് കട തുറക്കാൻ വരുന്നത്. എന്നാ പ്രൊഫഷണൽ ആയിട്ട് വരെ ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. എന്റെ 3 മാസം ശമ്പളം തന്നിട്ടില്ലല്ലോ. എന്ത് സാധനം വിറ്റുപോട്ടെ. അടുത്ത മാസം ശമ്പളം തന്നില്ല. തൂക്കുകളൊക്കെ ഞാൻ തൂക്കി കൂട്ടാ. റെസ്പോൺസിബിലിറ്റി ആക്ടോസ്. സബ്ടൈറ്റിൽ ഇട്ടിട്ട് പറയടാ, ധൈര്യം ഉണ്ടെങ്കിൽ. ഞാൻ പറയാ, നീ കയറ്. ഞാൻ പറഞ്ഞോളാം. എടാ വാവേ, നിനക്ക് നമ്മുടെ അവസ്ഥ നല്ലോണം അറിയാലോ. കൊറോണ ആയിട്ട് കച്ചവടം എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇല്ല. ഒരു മനുഷ്യൻ പോലും ഈ കടയിൽ കയറുന്നില്ല. അപ്പൊ നമ്മള് സമയത്ത് കടകൾ തുറന്നില്ല. അത് തന്നെയാണ് ഞാൻ ചോദിക്കണം. ഒരു മനുഷ്യൻ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു തരണില്ല. പിന്നെ ഞാൻ എന്തിനാ രാവിലെ വന്ന് കടയിൽ തുറന്ന് കുത്തിരിക്കണം? അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ ഈ കൊറോണ കുറ്റം പറയുന്നത്? അതിന് മുന്നേ ഇവിടെ കച്ചവടം ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇവന്റെ ഡീലിങ്ങേ ശരിയല്ല. നീ അവന്റെ കോല വന്ന് നോക്ക്. ഈത്ത ഒലിക്കാൻ വേണ്ടി ചാല് വെട്ടി ഒരു താടിയും കണ്ണി കൊള്ളാനുള്ള പിരിയത്തും ഉണ്ടെന്ന് പറഞ്ഞൊരു വെട്ട്, അവന്റെ ചുമല കണ്ണാടിയും. ഇവനെ ഇവിടെ അല്ലേ നിർത്തണ്ടേ, വല്ല കാളപ്പൂരിനെ കൊണ്ടുപോയി നിർത്തേണ്ടത്. എടാ, ഇതൊരു കലാമൂല്യമുള്ള ഒരു സ്ഥാപനമല്ലേ. ഇവിടെ നിൽക്കുന്നവന് കുറച്ചെങ്കിലും കലാവാസന വേണ്ടേ? ആ, എന്നാ നിങ്ങൾ ഒരു കാര്യം ചെയ്യും. മറ്റേ പുള്ളിയില്ലേ, രാജാ ഹരിവർമ്മ, പുള്ളിനെ കൊണ്ടു നിർത്താം. 6000 രൂപയ്ക്ക് പണിക്ക്. ഫാഷനെ പറ്റി ഒന്നും അറിയേയില്ല. രാവിലെ എന്നെ ഉടക്കാനുള്ള മൈൻഡാണ്. എന്നെ വിട്ടേക്ക്. പോസിറ്റീവ് വൈബ്സ് ഓൺലി. രാവിലെ ഉച്ചയായി മേലെ ഈ പൊട്ട വാശൊക്കെ ഇങ്ങോട്ട് വന്നേക്കുന്നു. ചേട്ടൊന്നും ഉണ്ടായിരുന്നേ. പണി നോക്കിയേ, സമാധാനം എന്താ? എന്തുവാടാ നീക്ക് ഈ നേരം ഇടങ്ങാറാണല്ലോ. ഒരു നപ്പ് സാധനം കിട്ടിയിട്ടുണ്ട്. നിന്റെ നപ്പും ചിപ്സും ഒന്നും ഇവിടെ വേണ്ട. നീ സ്ഥലം കാലിയൊക്കെ ഇറങ്ങ. താൻ കണ്ടിട്ട് പറവരെ തുടക്കത്തിലെ റോങ് ഇടല്ലേ. ഇത്രയും കാലം കൊണ്ടുവന്നൊരു സാധനം വിളിച്ച് റേഞ്ച് കൂട്ടിയതാണ്. റേറെ കല്ലാട് മോനെ. കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടല്ലേ? ആ, വലിയ ഭംഗിയൊന്നുമില്ല. അയ്യ, ഇത് ചെങ്കല്ലാണ്.
ചെങ്കൽ സോറി കരിങ്കല്ലാണ്. ഇത് പിടിച്ചേ എന്നാ ചെല്ലേ മോൻ ചെന്ന് പൊടി മുടക്കി ചെല്ലി ചെല്ലി പോ 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 ഷാപ്പ് കണ്ണാടി 2 ഗ്ലാസ് കരിങ്കല്ലും ചെങ്കല്ലും കണ്ടല്ല ഒരു കായാണ്. കല്ലാണോ കായാണോ ഇത്? എടാ അങ്ങനെയല്ല കല്ല് ഇത് കല്ലുമ്മക്കായാണോ? നീ എന്താ കാളവണ്ടി ഓടിക്കുന്നോ? മര്യാദയ്ക്ക് പണിയെടുക്കടാ. എന്തോ വാവേ ആ ഇത് ഉലുക്ക. ഇതിന്റെ പേരാണ് ഉലുക്ക. ഉലുക്കച്ചൊക്കെ ഇവിടെ വേണ്ട, നീ എടുത്തോണ്ട് പോ. നിക്ക് അത് കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട് ചിലപ്പോ വിറ്റു. ആ ഇതുപോലെ കാണാൻ കൊള്ളാന്ന് പറഞ്ഞ് നീ കൊണ്ടുവന്ന ട്രാഫിക് പോലീസുകാരൻ അവിടെ ഇരുന്ന് ചെതലിരിക്കുന്നത്. മൊറോക്കൻ കർഷകൻ എന്താ വേണേലും അത് അവിടെ ഇരുന്നിട്ട് ഒരു പ്രയോജനം ഇല്ലല്ലോ. പ്രയോജനത്തിനായിരുന്നു നീ പറയണ്ട. ആ സാധനം അതേ ഇരിക്കണ്. അതിവിടെ വാങ്ങിച്ചു വെച്ചാൽ പച്ച പിടിക്കും. ഭയങ്കര ഭാഗ്യം ഇല്ലാത്ത കാശ് കടം വാങ്ങി വാങ്ങിച്ചു വെച്ചാൽ പച്ചത്തല. അതുകൊണ്ട് ഇവിടെ യാതൊരു പ്രയോജനമില്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇരിക്കണ എന്തുകൊണ്ടാണ് പ്രയോജനമുള്ളത്? ഓ പ്രയോജനം ഇല്ലല്ലോ, നിന്നെപ്പോ ഒരു ഉപദ്രവം ഇല്ല. എന്റെ പൊന്നു മാറ്റി ഇവിടെ നോക്ക്. തെങ്ങനെ പോയി 10,000 രൂപ കിട്ടും. എനിക്കൊരു 5 രൂപ നമ്മ സെറ്റാ. 10,000 രൂപയുടെ ഒലക്കെ കട തള്ളി താഴെ ഇടൂ. എന്റെ വാലിയ വില കുത്തിക്കേട്ടാ. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞ ഫ്രെഡിയുടെ കൊണ്ട് കൊടുത്തോളാം. എന്നാ നീ കൊടുക്ക്. പൊന്നു മാറ്റി നോക്കി എങ്ങനെ പോയി 10 രൂപ കിട്ടും. ഉറപ്പാണ്. ഉറപ്പാണോ? ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഈ സാധനം ഇവിടെ ഇരിക്കട്ടെ. ഇത് വിറ്റ് കഴിഞ്ഞ് 10,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ കാശ് ഞങ്ങൾ തരും. ഞാൻ അതെന്തൊക്കെ അപൂർവ്വം 5 രൂപയെങ്കിലും എന്താടോ? 5 അല്ലേ? 5 രൂപ. അതെ നീ കഴിഞ്ഞ 5,000 രൂപ വിറ്റു എന്ന് ഉറപ്പ് പറഞ്ഞ് ഇവിടെ കൊണ്ടുവച്ച സാധനം അല്ലേ ഇത്? ഇത് എടുത്തോ എന്നിട്ട് വിറ്റിട്ട് 5,000 എടുത്തോ. അല്ല അതായിരിക്കും നിനക്ക് നല്ലത്. ഞാനെന്നാ തെറിക്കണേ. ഞാൻ വിളിക്കാം. ആ തെറിക്കോ ചീറ്റോ എന്തേലും ചെയ്യും. കുറച്ച് ഫ്രഷ് സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഓ ആ പോ പോ പോ. കണ്ടിട്ട് ഒരു സൗന്ദര്യമൊക്കെ ഉണ്ടട്ടേക്ക. ഓ വരവ് വെച്ച് സാറിന്റെ പണിയൊക്കെ കഴിഞ്ഞോ? ടീ ടൈം. ആ എന്നാ പോയി 2 ചായ വാങ്ങിച്ചിട്ട് വാ. ഹാ നീ എന്തൊരു അടിമകളോട് പെരുമാറുന്ന പോലെ. നീ പോയിട്ട് 3 ചായ പിടിച്ചിട്ടുണ്ടോ? അവനും കുടിച്ചോട്ടെ പാവം. ഹലോ, ഞാൻ ആദ്യം പോയി ഒരു ചായ കുടിക്കട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ചായ പറയാം. നിങ്ങൾ വേണേ വന്ന് കുടിക്ക്. ബിലാഡി ഫൗസ്. ഇവനെ വെക്കണം ഞാൻ എറിഞ്ഞു കൊല്ലും. എന്നാ കൊല്ലി. ഇതെന്തുവാടാ നങ്കുരു? നല്ല വെയിറ്റ് ഉണ്ടല്ലോ. ആണല്ലേ? കാണാനും കൊള്ളാം. അതാ ഞാൻ പറഞ്ഞു ഇതൊരു അടിപൊളി സാധന. നമുക്ക് സക്കറിക്കൊന്നും കൊണ്ട് കാണിച്ചാലോ? പിരിക്ക് എന്തായിരിക്കണില്ലേ? എന്നാ നിക്ക്. സാധനം ഉടമത്തെ ഇതിനാണ് 2-3 ദിവസമായിട്ട് താനെ കിടന്ന് 100-150 തവണ വിളിച്ചോണ്ടിരുന്നത്. எல்லாருமே அந்த உள்கா എന്റെ പെണ്ണുമ്പുള്ള പോലും എന്നെ അങ്ങനെ വിളിക്കൂലല്ലോ. മലാക്കെ താൻ എന്നെ ഇനി എത്ര തവണ കിടന്ന് വിളിച്ചാലും എനിക്ക് തന്നോട് ഒരു കാര്യമേ പറയാനുള്ളൂ. അത് ആദ്യം പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. തനിക്ക് തരാമെന്ന് പറഞ്ഞ സാധനം എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല. അത് കിട്ടണമെങ്കിൽ താൻ ഇത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ തനിക്കൊരു വിചാരമുണ്ട്, ഞാൻ തൻ്റെ കോൾ കൊടുക്കാതെ തന്നെ പേടിച്ച് ഈ ബോട്ടിനകത്തൊന്ന് വിളിച്ചിരിക്കണമെന്ന്. എന്നാൽ അതല്ല, ഇത് എൻ്റെ ഏരിയ ആണ്. എനിക്കിവിടെ വേറെയും കളികളുണ്ട്. തൻ്റെ ഡീല് മാത്രമല്ല എൻ്റെ തലയ്ക്കകത്ത്. താൻ അതൊന്നും മനസ്സിലാക്ക്. പണ്ടൊക്കെ ബിരിയാണിക്കകത്തൊരു മുട്ട വെക്കുമായിരുന്നു. ഇപ്പം മുട്ടയും ഇല്ല, വിലയും കൂട്ടി. ഞാൻ കഴിക്കാം. എനിക്ക് സാധനം വേണം. ഇയാടെ പറച്ചിലോട്ടൊന്നും ഇയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനം ഞാൻ ഈ ബിരിയാണിക്കകത്ത് പൂർത്തി വെച്ചേക്കണേണ്. മലാക്കെ തൻ്റെ അടുത്ത് ഒരു തവണ കൂടെ ഞാൻ കാര്യം പറയാം. തനിക്ക് തരാന്ന് പറഞ്ഞ സാധനം വേറൊരു പാർട്ടിയുടെ കയ്യിലായിരുന്നു. തൻ്റെ കാലക്കെട്ടിന് അത് അയാളുടെ കയ്യിൽ നിന്ന് ഏതോ ഒരുത്തിന് അടിച്ചോണ്ട് പോയി. അടിച്ചോണ്ട് പോകാനെ ഞാൻ തൂക്കും, അത് വേറെ കാര്യം. പക്ഷെ തനിക്ക് ആ സാധനം തരാമെന്ന് പറഞ്ഞ് വാക്കും പറഞ്ഞ് ഞാൻ അഡ്വാൻസ് മേടിച്ചു. എനിക്ക് ആ സാധനം തരാൻ പറ്റിയില്ല, അതെൻ്റെ തെറ്റ്. ഒരു കാര്യം ചെയ്യാം, അഡ്വാൻസ് തന്ന തുകയുടെ ഇരട്ടി ഞാൻ അങ്ങോട്ട് കയ്യിലോട്ട് വെച്ച് തരാം. തൻ്റെ കയ്യിൽ ആ സാധനം വരുമ്പോൾ എല്ലാം കൂടെ ചേർത്ത് താനെങ്കിൽ തിരിച്ചു തന്നാൽ മതി. എന്തേ? എനിക്കത് കിട്ടിയേ പറ്റൂ മാത്യൂസേ. ആ വാളോ എൻ്റെ ആശാൻ ഭയങ്കര തമാശക്കാരനാണല്ലോ. എന്നാൽ തമാശ അല്ലാത്തൊരു കാര്യം ഞാൻ അങ്ങാട് പറയട്ടെ. ഇനി ഇവിടെ കിടന്ന് രണ്ടും കൂടെ ബോട്ടിൽ ഷോ മാച്ച് കാണിച്ചാൽ ഞാൻ ഒന്ന് വിളിച്ചാൽ മതി, എൻ്റെ പിള്ളേരെല്ലാം കൂടെ ബോട്ടിനകത്ത് കയറി അങ്ങ് പൊതിയും. പിന്നെ നിങ്ങൾക്ക് രണ്ടാക്കും ഞാനൊരു മെഴുതിൽ എത്തിക്കേണ്ടി വരും. പടിയായിക്കോ. അയാൾക്ക് കാര്യം പറഞ്ഞ മനസ്സിലായി. ഇനി തനിക്ക് മനസ്സിലാകാൻ വേണ്ടി പറയണേ. തനിക്ക് ആ സാധനം எங்கேயாவது ஷூட் അതുകൊണ്ട് ഞാൻ പോവും. ആണോ? ഞാൻ ആ സാധനം ഇപ്പം എടുത്തോണ്ട് വരാം. ഇതെന്താണ്? ആപ്പിള്. ഓ, ഈ കണ്ണി കുറച്ച് തിളക്കം കാണും. ഇത് സാധാരണ ആപ്പിള്. തനിക്ക് എന്താണ് വേണ്ടത്? ഉൽക്ക. മനസ്സിൽ വിചാരിക്കുക. ആബ്രാകഡാബ്ര. ശും ശിം ശിം ശും. തനിക്ക് വേണ്ട ഉൽക്കയായ? ഇല്ലല്ല. അതാ ഞാൻ പറയാം, എനിക്ക് മാജിക്കൊന്നും അറിയാൻ പാടില്ല. വേണമെങ്കിൽ ഈ ആപ്പിൾ നിന്നിട്ട് പോകാൻ നോക്ക്.
അല്ലെങ്കിൽ വേണ്ടി ഞാനെന്തിനാണ് എൻ്റെ ആപ്പിൾ തനിക്ക് തരണത്? വിട്ടുവോ വിട്ടുവോ. അടുത്തിട്ട ആ റിച്ചാടെ മാട്ടി പാടാ ആ കസര വലിച്ചിട്ടിരിക്കി. എന്നിട്ട് എന്തേ ഇക്ക നമ്മൾ വന്നെന്താ വെച്ചാലേ നമ്മുടെ ഒരു ഐറ്റം വന്നിട്ടുണ്ട്, ഒരു കല്ലാണ്. അപ്പൊ അതിക്കൊന്ന് നോക്കണം. സാധനം എടുക്ക് നോക്കട്ടെ. ഇതാണോ സാധനം? അല്ല, ഇതിനകത്ത് ഫോട്ടോ. അപ്പൊ നിങ്ങൾ സാധനം കൊണ്ടുവന്നിട്ടില്ലേ? അത് പിന്നെ പെട്രോൾ അടിക്കാൻ കാശില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നടന്നാണ് വന്നത്. ഇതിനാണ് ഉടുക്കത്തെ പാരോ? അതൊന്നും നടന്നു വന്നാൽ പിന്നെ വിശക്കും. വിശന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും തിന്നണം. സാധനം കാണാണ്ട് പറയാൻ പറ്റുമെന്നും അറിയാൻ പാടില്ല. ഞാൻ നോക്കട്ടെ. കല്ല് പൊട്ടിയിട്ടുണ്ടല്ലോ മക്കളെ. കുട്ടിയത് കല്ലല്ല, അതൊക്കെ മാറ്റണം. എവിടെന്ന് കിട്ടിയതെന്നാ പറഞ്ഞത്? ഇത് നമ്മുടെ ഒരു പയ്യൻ കാലത്ത് കടയിൽ കൊണ്ടുവന്നാ. പയ്യൻ കടയിൽ കൊണ്ടുവന്ന പറയണ കേട്ടിട്ട് വലിയ വിലയൊന്നും തോന്നണില്ല. ഇതൊരു സാധാരണ സാധനം അല്ല. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഇക്കത് എടുത്തിട്ട് നമുക്കൊരു വിലതാ. ഇക്കൊക്കെയാകുമ്പോ ഈ അസാധാരണ സാധനങ്ങൾ കളക്ട് ചെയ്യുന്നൊരു ഹോബി ഉണ്ടല്ലോ. ശരി, വാടക കൊടുക്കാനില്ലായിട്ട് ഗാലറി വിട്ടിട്ട് 6 മാസമായി. അല്ല, ഇക്കൊക്കെ ഞങ്ങളുടെ അവസ്ഥ അറിയാലോ. ഇക്കൊക്കെയാണെങ്കിൽ കുറെ കോണ്ടാക്ട്സ് ഉണ്ട്. ആരെങ്കിലുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് തന്നാ വലിയ ഉപകാരമായിരിക്കും. പക്ഷെ അതിക്ക് മുമ്പ് നിങ്ങളോടൊരു കാര്യം ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നല്ല, അതിന്റെ കാര്യം എന്തായി? മറ്റേ ലോണിന്റെ കാര്യല്ലേ? അതന്വേഷിച്ചു. മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ ഒരു റീസ്റ്റാർട്ട് ഇന്ത്യ ഇൻഡസ്ട്രി ഗോൾഡ് എന്ന് പറഞ്ഞൊരു സ്കീം. നീലമുത്തൂറ്റ അവിടെയാണ് ഇക്കൊക്കെ 1000 രൂപ തൊട്ട് ലോൺ കിട്ടും. പിന്നെ വെക്കുന്ന സ്വർണത്തിന് മാക്സിമം വാല്യൂവും കിട്ടും. കുറച്ച് ദിവസത്തേക്ക് ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. പിന്നെ ആവശ്യമുള്ള കാശ് മാത്രം ആദ്യം എടുത്താൽ മതി. പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യമുള്ളപ്പോൾ അവർക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. അവർ ലോൺ ടോപ്പ് അപ്പ് ചെയ്തോളൂ. ഇക്കയുടെ കയ്യിൽ ഫണ്ട് വരുന്നതനുസരിച്ച് കുറച്ചായിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റും. അത് മുതലിൽ നിന്ന് കുറച്ചിട്ടുള്ള പലിശ വരുള്ളൂ. ഹിഡൻ ചാർജസ് ഒന്നുമില്ല. പിന്നെ എവിടെന്നെങ്കിലും കുറച്ച് ഫണ്ട് അധികം വരണമെങ്കിൽ ഒറ്റയടിക്ക് അടച്ചു തീർക്കാം. നേരത്തെ തീർക്കുന്നതുകൊണ്ട് ഒറ്റ പൈസ പോലും കൂടുതൽ കൊടുക്കണ്ട. പിന്നെ ഈ ഡിജിറ്റൽ പേയ്മെന്റ് ആയതുകൊണ്ട് ക്യാഷ് ബാക്ക് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കണം. നമ്മളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാനുള്ള പ്ലാൻ ഉണ്ട്. തൽക്കാലിക്ക് ആ നമ്പർ എന്താ? എന്നാ ഈ നമ്പർ എഴുതിക്കോ. 81 29 27 21 54 കല്ല് മാത്തൻ. കൊച്ചിയില് കല്ലിന്റെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും മാത്തൻ അറിയാതെ ഒരു പണി ഇവിടെ നടക്കൂല. ഇവന്മാരൊക്കെ വലിയ സ്രാബുകളാണ്. നിങ്ങൾ പിള്ളേരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ബീങ്ങിക്കളയും. മനസ്സിലായില്ലേ? അപ്പൊ സൂക്ഷിച്ച് വേണം കാര്യങ്ങളൊക്കെ നീക്കാൻ. പിന്നെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കബൂലായി കഴിഞ്ഞാൽ ഇക്കാടെ ഷെയർ ഇതേ അങ്ങോട്ട് എത്തിച്ചേക്കണം. അതെന്തായാലും നമുക്ക് എന്തെങ്കിലും കിട്ടിയ ഒരു ഷെയർ നമ്മൾ സെറ്റാക്കാം. അറിയാല്ല, കാര്യങ്ങളൊക്കെ മോശമാണ്. ഭയങ്കര മോശമാണ്. നല്ല കാശ് കിട്ടൂലേ? പിന്നല്ലാണ്ട് ആ കുണ്ടുണ്ടാക്കിയ കാലത്തുണ്ടല്ല, എൻ്റെ ഉപ്പുപ്പാന്റെ ഉപ്പുപ്പാന്റെ ഉപ്പ എന്റെ ഉപ്പുപ്പാനെ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പടച്ചോൻ ചിന്തിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ചെല്ലി. കുന്തം കൊടുത്ത് കുത്ത് മേടിച്ചു. different ways of touch. എന്ത് കളിക്കാൻ പോണ്? തമാശ കളിക്കരുത്. വെറുതെ എന്നാ ദേഹം നോക്കാൻ ഞാൻ സ്വഭാവം മാറൂട്ടാ. എവിടെയാണ് സ്ഥലം? അയാളെ മുണ്ടോക്കി കാണിക്കുന്നത് നിക്കറൂരാണ്. എന്തിനാണ് ഞാൻ മലാക്ക ഒരുമാതിരി വൃത്തികേട് കാണിക്കരുത്. നിക്കറൂരിട്ടുള്ള ഡീലൊന്നും വേണ്ടാട്ടാ. നിക്കറ് കയറ്റിടോ. അതിനകത്ത് ഫോണൊക്കെ ഉള്ളു. നിക്കറ് കയറ്റിടോ. ഫോണല്ല, നിക്കറ് കയറ്റിടോ. എന്തൊരു കഷ്ടമാണ്. വീണ്ടും ബുക്കില് എന്തോ കാണിക്കാൻ പോവാണ്. അയ്യോ പൊള്ളുന്നു പൊള്ളുന്നു പൊള്ളുന്നു. അയ്യോ പൊള്ളു. ഓടിക്കല ഓടിക്കല. തനിക്ക് എന്തിന്റെ സൂക്കനാണോ? തനി മേരിയെല്ലാം കൂടി ഒഴുക്കി ഒഴിച്ച് എന്നെ കുണ്ടിയുടെ മോൾഡ് ഉണ്ടാക്കണാണോ? വിളിക്ക്. ആരെ വിളിക്കാം? ഈ നേരത്തെ മാതാവിനെ വിളിക്കാം. തന്നോട് ഞാൻ മലയാളത്തിലല്ലോ പറഞ്ഞത് എന്റെ കാര്യത്തിലെ കട്ടോണ്ട് പോയത്. അയ്യോ, ഓരോടത്ത് നല്ല ഒഴിക്കണോ? മാറ്റി മാറ്റി ഒഴിക്കുന്നേ. ആർക്കാണോ ഉൾക്കൊടുത്ത അയാളെ വിളിക്കുക. ഇയാള് പിന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതിനും വെറുതെ എന്റെ പൊന്നോ. അയ്യോ, എല്ലാം കൂടെ ഒഴിക്കി ഒഴിച്ച് അടക്കല്ലേ. എന്തോ ഞാൻ പോണേ ചുമ്മാ
ഒഴിക്കല് ചെവി ഒഴിക്കാൻ പോണേടാ എന്റെ മാതാവ് എന്നെ കാത്തോളാം ഞാൻ ഒരു കണ്ടെയ്നർ പെട്ടി കത്തിച്ചോളാവേ മലയൊക്കെ ഫോൺ അത്യാവശ്യം വേണ്ടൂല അത്യാവശ്യക്കാരായിരിക്കും കസ്റ്റമർ കയറാവല്ലേ അയ്യോ. ഹലോ മിസ്റ്റർ കല്ലുമാത്തൻ, ഞങ്ങളുടെ കയ്യിൽ വിലവെടുപ്പുള്ള ഒരു കല്ലുണ്ട്. അതിന്റെ ഫോട്ടോ ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. നോക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ തിരിച്ചു വിളിക്കുക. ഏത് കല്ലാന്നോ സമയം എടുത്ത് നോക്കിയാൽ മതി. ഇപ്പോഴൊന്നും പറഞ്ഞൊന്നുമില്ല. പറയും. ഇയാളെ കൊണ്ട് ഹലോ, സാധനം ഇവിടെ ഉണ്ട്. അതൊക്കെ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് റേറ്റ് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ പറഞ്ഞോ. 15,000. ഓക്കെ. ഓക്കെ, കല്ലിപ്പം മറ്റൊരിടത്താണ് ഇരിക്കുന്നത്. ഞങ്ങൾ അവിടെ ചെന്ന് കളക്ട് ചെയ്തിട്ട് തിരിച്ചു വിളിക്കാം. ഓക്കെ. ഇപ്പൊ വിളിച്ചവന്മാരേതാ? എനിക്കങ്ങനെ അറിയാനാണ്. വിളിച്ചപ്പോ ചോദിക്കാറില്ല ആരാണെന്ന്. കല്ലുമാത്തൻ നീയല്ലേ? ആ നിന്റെ ഫോണിലാണ് അവര് വിളിച്ചത്. അതിന് ഉൽക്കി ഇപ്പൊ അവരുടെ കയ്യിലുണ്ട്. അമ്മാരെ കിട്ടില്ല. ഇനി എന്നെ വെറുതെ വിട്ടൂടെ? സാധനം എന്റെ കിട്ടാതെ ഞാൻ വിടില്ല. സുന്ദരി ചായ കുടിച്ചോവേ? എന്താ അവിടെ ഇല്ലേ? നിങ്ങൾ എന്താണ് ഈ തപ്പണത്? ഇവിടെ വെച്ച കല്ല് എന്തിയടാ? നിങ്ങൾ എന്താ പറഞ്ഞ? അതിന് 10 രൂപ കിട്ടൂലെന്നാ. ഒലക്ക ഞാൻ 11,500 വിറ്റ്. 500 എൻ്റെ ഉണ്ടാ വിറ്റാ? നീ ആർക്ക് വിറ്റ്? അത് നിങ്ങൾ പോയ പാടെ ഞാനൊരു സായിപ്പിനെ ഇങ്ങോട്ട് കറക്കി കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു ദിസ് കല്ല് ഈസ് മാജിക്കൽ ആൻഡ് ഈസ് ദ കിഡ്നി സ്റ്റോൺ ഓഫ് ഇയർ എന്നൊക്കെ പറഞ്ഞ സായിപ്പിന്റെ തല സാധനം കൂടെ അടിച്ച് അങ്ങോട്ട് കൊടുത്ത്. മുടിപ്പിക്കാനായിട്ട് 15,000 രൂപ വില പറഞ്ഞ സാധനം ആരുടെ വെച്ചിട്ടാണ് വിറ്റ്? ആയി ഇപ്പൊ വിറ്റതാണോ കുറ്റം? എന്നാ ഇതിന് തൊട്ടൊന്നും വിൽക്കണില്ല. ചുമ്മാ മൂവായിരത്തി കേസല്ലേ? പോട്ടെ, ആത്മാർത്ഥോണ്ട് ചെയ്തായിരിക്കും. ആത്മാത്രത മാത്രമൊന്നുമല്ല, സ്കില്ലും ഉണ്ട്. അയാളെ എന്തായാലും പറഞ്ഞു ഒഴിവാക്കുക. നമ്മളിനി എന്ത് ചെയ്യാൻ? പറഞ്ഞ വാക്കൊന്നും മാറ്റി പറയാൻ എനിക്ക് പറ്റില്ല. നീ പറഞ്ഞു. സി മിസ്റ്റർ കല്ലുമാത്തൻ, നേരത്തെ പറഞ്ഞ സാധനമല്ലേ, അത് 50,000 രൂപയ്ക്ക് വാങ്ങിക്കാൻ ഒരു പാർട്ടി വന്നിട്ടുണ്ട്. വിഷമിക്കണ്ട, നിങ്ങളുടെ റേറ്റിന് പറ്റിയ ഒരുപാട് സാധനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങോട്ട് അയച്ചു തരാം. അതിൽ നോക്കി ഇഷ്ടപ്പെട്ട ഏതാന്ന് വെച്ചാൽ പറഞ്ഞാൽ നമുക്ക് ഡീലാക്കാം. 5 ലക്ഷം എനിക്ക് സാധനം വേണം. ഞങ്ങളിപ്പോ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. 5 ലക്ഷമോ? ഇത് മറ്റേ പ്രോഫാണ്, പറ്റിക്കാൻ വിളിക്കൂലേ? ഏത് റേഡിയോ എന്നാന്ന് ചോദിക്കും. കുറെ കാലം ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഇനി സമയത്തിന് പണിക്ക് വന്നോളേക്കാ. നീ ആർക്കാടാ കൊടുത്തത്? ഞാൻ ഒരു സായിപ്പിനാണ്. ഏത് സായിപ്പിനാടാ? ഒന്ന് ഓർത്ത് നോക്കിയാ ചക്കര ഭാവിയല്ലേ? എനിക്കറിയില്ല. സായിപ്പ് ഇപ്പൊ ഫ്ലൈറ്റ് കയറി എങ്ങാണ്ട് പോയിട്ടുണ്ടാവും. കൊറോണ കാരണം സായിപ്പ് എവിടെ പോയി കാണില്ല, ഇവിടെ തന്നെയാണ്. പോയി നോക്കണം. ഓ, രക്ഷപ്പെടാൻ ദൈവമായിട്ട് അവസരം ഉണ്ടാക്കി തന്നാ കൊലച്ച് പിശാച്. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടല്ലേ പറഞ്ഞു. നോക്കൂ, അയ്യോ, ഇങ്ങനെ കരയല്ലേ വാവേ. എവിടെന്നേലും അത് കണ്ടുപിടിച്ചോണ്ട് വാ. അത് കണ്ടുപിടിച്ചോണ്ട് വന്നാ വാവയ്ക്ക് ഞങ്ങള് 6 മാസത്തെ ശമ്പളം, 10% കമ്മീഷൻ ഒക്കെ തരാം. അതുകൊണ്ട് വാവയ്ക്ക് ബൈക്ക് വാങ്ങാം, പുതിയ ചുമല കണ്ണട വാങ്ങാം, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വാങ്ങാം. ഉറപ്പാണോ? തരുവോ? എന്നാ അത് എവിടെ ഉണ്ടെങ്കിലും ഞാൻ പൊക്കിയിരിക്കുക. ജേഴ്സി ആ സാധനം എങ്ങാനും കിട്ടിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. ഞാൻ പൊക്കിക്കോളേക്കാ. ഹലോ മിസ്റ്റർ കല്ലുമാത്തൻ, നിങ്ങൾ പറഞ്ഞ അമൗണ്ട് ഞങ്ങൾക്ക് ഓക്കെയാണ്. മറ്റേ പാർട്ടികളെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്ത്. നിങ്ങളിപ്പോൾ എവിടെ ഉണ്ട്? ഞങ്ങളിപ്പോൾ ഇവിടെ സാധനം എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുക. 1 മണിക്കൂറിനുള്ളിൽ സാധനമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാം. നിങ്ങൾ ലൊക്കേഷൻ ഒന്ന് അയച്ചു തന്നേരാം. ഞങ്ങൾ വരാം. ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഓക്കെ. അയ്യോ, നമ്മളിനി എന്ത് ചെയ്യും? 1 മണിക്കൂറിനുള്ളിൽ സാധനമായിട്ട് അങ്ങോട്ട് ചെല്ലണമെന്ന്. 1 മണിക്കൂർ നീരടാ പറഞ്ഞ. വാ നോക്കാം.
സായിപ്പ് ഇവിടെ പോകണുണ്ടായിരുന്ന വെളുത്തൊരു സായിപ്പ് ചെമ്മന്തല അത് തന്നെ നിക്കറിട്ടിട്ട് കറക്റ്റ് ഞാൻ കണ്ടില്ല. എല്ലാ സായിപ്പന്മാരും അങ്ങനെ ഇരിക്കണത്. എനിക്ക് തോന്നല്ലോ ഏട്ടാ തനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഓ നെഗറ്റീവ് അയാളുടെ ബ്ലഡ് ഗ്രൂപ്പാണോ? ഓ ഗെറ്റ് ലോക്ക് യു നെഗറ്റീവ് വൈബ്. അവിടെ ഒരു ഹോട്ടലുണ്ട്, അവിടെ കൂടെ ചോദിച്ചു നോക്കാം. ഇത് എത്ര നേരം വെച്ചിട്ടാണ് നമ്മൾ കാണാത്തൊരു സായിപ്പ് അന്വേഷിച്ചു നടക്കണേ. നിനക്ക് 5 ലക്ഷം വേണോ? ആ പിന്നെ ആ എന്നാ ബാ. ചേട്ടാ ഈ സായിപ്പുമാര് കൂടിയിരിക്കുന്ന ജംഗ്ഷൻ ഏതാ? അയ്യോ അതെ ആ കല്ല് മാത്രം വിളിക്കണേ. ഹലോ മിസ്റ്റർ കല്ലുമാത്തൻ, ഈ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വിളിക്കണമെന്നില്ല. ഞങ്ങൾക്ക് വേറെ ഒരുപാട് ഡീലുകളുണ്ട്. അതിനിടയ്ക്കാണ് ഞങ്ങൾ ഈ ചെറിയ ഡീൽ ചെയ്യുന്നത് കേട്ടോ. ലൊക്കേഷൻ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടല്ലോ. 1/2 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ സാധനമായിട്ട് അങ്ങോട്ട് എത്തിക്കണം കേട്ടോ. ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഓക്കെ. അയ്യോ ഇനി 1/2 മണിക്കൂറോടെ ഉള്ളെന്ന്. എടാ എന്തായാലും കള്ളം പറ, ഇച്ചിരി ബോധത്തോടെ കള്ളം പറയടാ. ഇനി നീ വിളിക്കണ്ടാ, ഞാൻ സംസാരിച്ചോളാം. നടക്ക്. ഒരു കണ്ണ് നോർമൽ. ഹലോ മാത്ത, ഞാൻ ഫോർട്ട് കൊച്ചിയിലെ ആർട്ട് ഗാലറി നടത്തിക്കൊണ്ടിരുന്ന സക്കറിയാണ്. നമ്മുടെ 2 പിള്ളേരെ ഒരു കല്ലായിട്ട് അങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നല്ല. മാത്തന ആ കല്ല് നോക്കാൻ പറ്റിയായിരുന്നാ? താനിപ്പോൾ എവിടെ? ഞാനിപ്പോ വീട്ടിലുണ്ട്. എന്തേ? ഇവിടെ ഒരു സായിപ്പും വന്നിട്ടില്ലെന്നാ പറയുന്നത്. മടുത്ത്. നമുക്ക് അപ്പുറത്തൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഓ ദേ അയാൾ വിളിക്കണ്. എന്റെ പൊന്ന് കല്ലുമാത്തൻ ചേട്ടാ, സാധനം ഇപ്പൊ ഞങ്ങളുടെ കയ്യിലില്ല. അത് കിട്ടുമ്പോ തരാം, ഒന്ന് വെയിറ്റ് ചെയ്യ്. എടാ മാധൂരി, എനിക്ക് കിട്ടേണ്ട പോലെ കട്ടോണ്ട് പോയിട്ട് ഇപ്പൊ കിട്ടുമ്പോ തരാന്നാ. നീയൊക്കെ കാറില്ല, നീയൊക്കെ കാറും ഞാനിവിടെ വെന്തുരുകണേണ്. നിന്നെയൊക്കെ എന്റെ കൈ കിട്ടിയല്ല. ആഹാ എന്തിനാ എന്റെ കിട്ടുന്നേ? അയാളുടെ കിട്ടിയാ മതിയല്ല. നീയൊക്കെ ആരോടാ കളിച്ചെന്നറിയാവാ? ഹലോ, ഇത് കല്ലുമാത്തൻ ചേട്ടൻ തന്നെയല്ലേ? ഇത് കല്ല് മാത്രനാ. പക്ഷെ നീയൊക്കെ ഡീൽ ഉറപ്പിച്ചേക്കണതേ മലാക്കുമായിട്ട്. അയാൾക്ക് ഞാൻ കൊടുക്കാൻ പറ്റുന്ന സാധനം നീയൊക്കെ കട്ടോണ്ട് പോയിട്ട് അയാളോട് തന്നെ ഡീൽ ഉറപ്പിച്ചേക്കണത്. ആ സാധനം ഉണ്ടല്ല, അത് ഈ ഭൂമിയിലേ ഉള്ള സാധനമല്ല. പറഞ്ഞ സമയത്ത് ആ സാധനം അയാൾക്ക് തന്നെ കൊടുക്കാൻ നോക്കിക്കോ. ഇല്ലെങ്കിൽ ഉണ്ടല്ല നിന്നെയൊക്കെ അയാൾ കൊല്ലും. ആ സാധനം കിട്ടിയില്ല അയാൾ എന്നെയും കൊല്ലും. അങ്ങനെ കാണാൻ സംഭവിച്ചാണ്ടില്ല, നിന്നൊന്നും ഞാൻ വെച്ചേക്കൂല. ആ ഹലോ ഹലോ, എടാ ഈ മലാക്ക് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. എടാ ഈയിടെ നമ്മൾ പത്രത്തിൽ വായിച്ചല്ലേ ഒരു ഇരുമ്പടക്കാരന്റെ ചെവിയിൽ ആണി അടിച്ചു കൊന്നവൻ. അത് നമ്മുടെ ഈ കല്ലുമാത്രല്ലേ? ഈ മലാക്കിന് ഇതിനകത്ത് എന്താ കാര്യം? കല്ലുമാത്ര ഞാൻ പറയാം. മലാക്കിന് കല്ല് മാത്രം കൊടുക്കാൻ വെച്ചിരുന്ന കല്ലാണ് ആ കള്ളൻ ജിനോ അടിച്ചു മാറ്റി നമുക്ക് കൊണ്ടുവന്ന് തന്നത്. ഇപ്പൊ കണക്ട് ആയോ? ആ കല്ലാണ് ആ പാവത്തിണ്ടി ഏതോ ഒരു സായിപ്പിന് കൊണ്ടുപോയി മറിച്ച് വിറ്റത്. ഇപ്പൊ ആ കല്ലെടുത്ത് ആ മലാക്കിന് കൊടുത്തില്ലേ, മലാക്ക് നമ്മളെ കൊല്ലും. അല്ലെ കല്ല് മാത്രം നമ്മളെ കൊല്ലും. ചുരുക്കി പറഞ്ഞ അകാലത്തിൽ നമ്മൾ കൊല്ലും. എടാ വിളിച്ച് ചോദിക്കണ പാവത്തിൻ്റെയോട്. എന്നാ ഫോൺ വിളിക്ക്. ഹലോ എടാ വാവേ സാധനം കിട്ടിയോടാ? കിട്ടിയില്ല സാധനം കിട്ടിയില്ല. ഇക്ക തൽക്കാലം അതുപോലത്തെ ഒരു കല്ലൊപ്പിച്ചിട്ട് പെയിന്റ് അടിച്ച് കൊണ്ടിട്ടെ. അയ്യോ അതൊന്നും പറ്റത്തില്ല, അത് ഈ ഭൂമിയിലുണ്ടായ കല്ലല്ല, അത് തന്നെ വേണം. ഈ ഭൂമിയിലില്ലാത്ത സാധനമൊക്കെ ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കാനാണ്? എടാ അത് കൊണ്ടുവന്നില്ലേ മലാക്ക് നിന്നെ കൊല്ലും. അലാക്ക ഏത് അലാക്ക്? എന്തിനാണ് എന്നെ കൊല്ലണത്? എടാ നീ അത് ഏതോ സായിപ്പിന് മറിച്ച് വിറ്റ കാര്യം പുള്ളി അറിഞ്ഞിട്ടുണ്ട്. നീ എവിടെ നിന്നെങ്കിലും അത് തപ്പി പിടിച്ചോണ്ട് വന്നില്ല, പുള്ളി ആദ്യം കൊല്ലുന്ന നിന്നെ ആയിരിക്കും. എടാ കട്ടാക്കിടാ. അവന് ബുദ്ധിയുണ്ട്, അവൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് മുങ്ങി. നമുക്ക് മുങ്ങാം. ശരിയാവില്ല. നമുക്ക് ബുദ്ധിയില്ലേ? നമുക്ക് മുങ്ങാം. ആ മലാക്ക് നമ്മളെ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ കിട്ടുന്ന കൊട്ടയും വട്ടിയൊക്കെ വാരിയെടുത്ത് ഏതെങ്കിലും നാട്ടിൽ പോയി അവിടെ ഇരുന്ന് ആലോചിക്കാൻ എന്ത് ചെയ്യാൻ നോക്കി. ഓടിപ്പോണ്ടോ പേടിച്ചിട്ട് നല്ല സ്പീഡില്? ഞാൻ കണ്ടില്ല. സാധാരണ ആൾക്കാരെ ഓടിച്ചിട്ട് ഞാൻ അങ്ങനെയല്ല ഓടാറ്. ഈ വയറും വെച്ച് ചേട്ടൻ അയാളെ ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്റെ SI സാറിന് ഈ ബോഡി ഷേമിക്കുന്നോടാ. എടാ പെട്ടെന്ന് വിൽക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ബാഗിലിട്ടു. നീ പോയിട്ട് സായിപ്പൊന്ന് പൈസ എടുത്ത് നോക്കി.
ഇതെന്താ മുഖത്തെന്തോ ഒരു പാട്? അയ്യോ ഇക്ക ഒന്നും പറയാൻ നേരമില്ല, ഞങ്ങൾ ഇവിടുന്ന് വിട്ടുപോവാ. ആ മല അയ്യോ സാറപ്പോ വന്നു. സാറിന്റെ കല്ലെടുക്കാൻ വേണ്ടി ബാഗ് എടുത്ത് ഞങ്ങൾ ഇറങ്ങാനായിട്ട് പൈസ ആയിട്ട് അടയ്ക്കണ്ട, ഞങ്ങള് പോയിട്ട് പെട്ടെന്ന് വരാം. രാഹുകാലത്തിന് മുന്നേ അങ്ങോട്ട് ഇറങ്ങാൻ. സാധനം ഇവിടെ. പലരോട്ടത്ത് നിന്ന് പച്ചാളത്ത് നിന്നിട്ട് സെമിത്തേരി മുക്കി നടത്തരുത് 3ാമത്തെ വീട്. അതെ എന്റെ കൊച്ചാപ്പന്റെ വീട്ടിലാ വെച്ചാക്കുന്നേ. എടുത്തിട്ട് വരാം. സാധനം ഇവിടെ ഇല്ലെങ്കിൽ ഇയാളെ നിങ്ങളെ കൊല്ലും. അല്ല ഇയാളെ ഞാൻ കൊല്ലും. അയ്യോ കൊല്ലല്ലേ സാറേ, ഞങ്ങളുടെ സാധനം കൊണ്ടുവന്ന് ചെറുക്കനെ കട്ടോണ്ട് വന്നാൽ ഞാൻ അറിയത്തില്ലായിരുന്നു സാറേ. അയ്യോ ഞങ്ങളെ സാറ് തരാൻ വെച്ചാ സാറേ, അപ്പോഴാണ് പണിക്കിങ്ങനെ മാവാതെടുത്ത് ഏത് സാഹിബിന് വിറ്റേ സാറേ. ആ സായിപ്പിനെ അന്വേഷിച്ച് ഞങ്ങൾ കൊച്ചു കുത്ത് വരിച്ചു കൊടുക്കാണ്ട പൊടി പോലും ഇല്ലായിരുന്നു കണ്ടുപിടിക്കാൻ. അവിടെ വീട് കാണിച്ചു തരാം. അയ്യോ അല്ല ഞങ്ങൾക്കൊന്നും അറിയത്തില്ല സാറേ. ഞങ്ങൾ കടകേറി ആത്മഹത്യയുടെ മക്കളാണ് സാറേ, ഞങ്ങൾ കൊല്ലല്ലേ സാറേ. കടം തീർക്കാൻ ചത്ത് കഴിഞ്ഞാൽ പിന്നെ നടക്കേണ്ടത് സാറേ, പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല സാറേ. ഞങ്ങൾ പശ്ചാത്തലം ചെയ്യില്ല സാറേ, അവിടെ ഒന്നുമില്ല, വെറുതെ കള്ളം പറഞ്ഞേ സാറേ. അയ്യോ അല്ല സാറേ, അയ്യോ പറഞ്ഞല്ലോ സാറേ. ചിലപ്പോ ജിമ്മനായിരിക്കും. സാധനം കിട്ടിയേക്കാ. ഒന്ന് പിടിച്ചേ. ഓ ഒന്നും പറയണ്ടിക്കാ, സായിപ്പ് ഇരട്ടി വില വെച്ച്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ബാഗറൊക്കെ കടം പറഞ്ഞ് ഇങ്ങോട്ട് മേടിച്ച്. നമ്മുടെ ആവശ്യമായി പോയില്ലേ, കുഴപ്പമില്ല, കമ്മീഷൻ്റെ കൂടെ ചേർത്ത് അങ്ങോട്ട് തന്നാൽ മതി. വെള്ളം ഉണ്ടൊക്കെ കുടിക്കാൻ. ഇത് ആരാണ് ഇവിടെ കിടന്നുറങ്ങണേ? അയ്യോ കല്ല് സാറേ, മലക്ക് സാറേ, എനിക്ക് സാറേ മലക്കിട്ടി സാറേ. നോക്ക് സാറേ, സാറ് വെച്ച് കല്ലിട്ട് സാറേ, നോക്ക് സാറേ പ്ലീസ്. ഇതാണോ നിങ്ങൾ പറഞ്ഞ ഹാലാക്ക്? കൊല്ലൂന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എന്താണ് കിടന്ന് ഉറങ്ങണത്? ഉറങ്ങുവാടാ, ബോധം പോയത് അപ്പോൾ വെള്ളം എടുത്തോട്ട് വാ. അല്ലാ കിറുക്കന്മാര്. എന്താടാ? അതേക്ക നേരത്തെ പറഞ്ഞ സ്റ്റോറി ചെറിയൊരു തിരുത്തുണ്ട്. കമ്പനിക്ക് നഷ്ടം പറഞ്ഞിട്ട് ആത്മാർത്ഥം ഞാൻ തട്ടിപ്പറിച്ചോണ്ട് സാഹിബിനെ. നീ അത് കട്ടോട്ട് വന്നതാണ്, എന്നിട്ട് പോലീസ് നിന്നെ കണ്ടാന്ന് ചോദിച്ചാൽ താഴെത്ര വരെ ഞാൻ മാസ്ക് ഇട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഓടിക്കാരനെ കണ്ടെന്നാ തോന്നണ. അപ്പൊ ഇവനെ പൊക്കാനാ പോലീസ് വരണേ. എന്നാ ഒളിവി പോണേനക്കാ. ആ ഓടിയെ കൂട്ടി ചെല്ല്, പിന്നെ ഒളിവ് പോകേണ്ട വരില്ല, അവന്മാർ പിടിച്ച് അകത്തിട്ടോളൂ. ഇവിടെ എന്തെങ്കിലും പറയടാ. ഞാൻ ആലോചിക്കട്ടെ. കേട്ടോ ആരാടാ ഒരു പെങ്ങളോട് ഓടി കയറി വന്നത്? നീ അല്ലടാ? അയ്യോ ഞങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല സാറേ. ഒരുത്തരിക്കോട്ട് ഓടി കയറി വന്ന് മാമയായിട്ട് കൂട്ടിയിടിച്ച് മാമന്റെ ബോധം പോയി, അവന്റെ ബോധം പോയി കിടക്കുന്നു. സാറേ ഇത് അയാളെന്നെ കറുത്ത കോട്ട തൊപ്പി ചോന്നാണടാ. പക്ഷെ പാന്റ് താൻ ചെക്ക് ചെയ്തേ സാർ. നീ കേടാ ഇത് ഞങ്ങളുടെ കടയാ സാർ. എന്താടാ ഒരു കളർ ലക്ഷണം? സാറേ മലാക്ക് മലാക്ക്. ഞാൻ എന്തിനാണോ മലക്കുന്നത്? അവനെ കമത്ത് എന്നിട്ട് വിലങ്ങ് വെക്കി. അതല്ല സാറേ, ക്രിമിനൽ മലാക്ക്. സാറേ ക്രിമിനൽ മലാക്കിനെ നമ്മൾ പിടികൂടി. സ്മഗ്ലിംഗ്, കൊലപാതകം അടക്കം ഒരുപാട് കേസിലുണ്ട് തലയിൽ. പിടിച്ചു കൊടുത്താൽ നമുക്ക് പ്രൊമോഷൻ ഉറപ്പാ. ഈ പാൻറ്റിന്റെ കളർ അതൊക്കെ മലാക്കിൽ മുങ്ങിപ്പോയി. വൈകിട്ട് അടിച്ചോണ്ടിരിക്കാതെ ബോധം വരുന്നതിന് മുമ്പ് വിലങ്ങിട്ട് വണ്ടി കയറണോ? സാർ എന്റെ പേര് എന്റെ പേരോട് പറയണേ. ആ തൊണ്ട് പോലും കൂടെ എടുത്തു വെച്ചു.
ഇവനെ ആരടിച്ച് ബോധം കെടുത്തിന്നാ പറഞ്ഞേ? മാമേ. ഓഹോ, ഗുഡ് ജോബ്. ബോധം വരും പറഞ്ഞു. ഇനി ഇതാണ് ഗാംഗിൽ ക്രിമിനൽസ് ഓടി കയറി വരികയാണെങ്കിൽ ബോധം കെടുത്തിട്ട് എന്നെ വിളിച്ചാൽ മതി കേട്ടോ. സാറേ ഒന്ന് പിടി സാറേ, ഒറ്റയ്ക്ക് പോകുന്നില്ല. ഇയാള് സാറേ ഇവന് ബോധം വരുന്നുണ്ട്. മുറുകെ പിടിക്കണോ? പോയി ചട്ടോടാ. ഹലോ, ആടോ ജിനോടോ, ചന്ദ്രനിൽ നിന്ന് വേണ്ട ആലിപ്പഴം വന്നിട്ടുണ്ട്. കണ്ണു മൂട്ടി 25 കിട്ടും. എനിക്ക് വേണം വേണ്ട. ஒரு டிஃப்ரெண்டான ஒரு எக்ஸ்பீரியன்ஸ். லைக் எப்பயுமே வந்து ஒரு ஃபுல் ஒரு காமெடி ஜானரா வந்து அப்படி வந்து அன்ஃபோல்ட் பண்ணியிருப்பாங்க. இந்த வாட்டி லைக் வந்து ரொம்ப ஒரு சீரியஸான ஒரு லுக்கோட வந்து, அதாவது இது டார்க் காமெடின்னு சொல்ல முடியாது, பட் அந்த ரெண்டு பேர் வந்து கான்ஸ்டன்ட் காமெடி பண்ணிட்டே இருந்தாங்க. அந்த கடை இருக்கிறது வந்து அதே மாதிரி வந்து எப்பயுமே பண்ற மாதிரி பண்ணியிருந்தாங்க. பட் வந்து லைக் இந்த மலை கேரக்டரும் அண்ட் வந்து லைக் கல்லு மதன், ஸோ அவங்க அந்த கேரக்டர்ஸ் மட்டும் அவங்க வந்து அவங்களுடைய கம்ஃபர்ட் ஜோன்ல வந்து வெளில வந்துட்டு டோட்டலா வெளில வந்திருக்காரு. அதுவும் வந்து ஜீவன் ஸ்டீஃபன் அவர் வந்து இந்த இது டைரக்டும் பண்ணிருக்காரு. அவர் தான் வந்து மலக் அந்த கேரக்டரும் வந்து பண்ணிருக்காரு. பயங்கரமான ஒரு எக்ஸ்பெரிமெண்டேஷனான ஒரு கேரக்டர். சூப்பரா இருந்துச்சு அவருக்கு. செம ஸ்டிஃபா, செம அந்த என்ன சொல்றது, ஃபர்ஸ்ட்ல இருந்து ஆரம்பிச்சு அது இந்த டார்ச்சர் பண்ணி வந்து விஷயத்தை வரவேற்கிறதுல வந்து தேவையில்லாத டயலாக்ஸே கிடையாது. வெறும்னா அந்த லுக்கு நீ இப்படி பண்ணு அப்படி சொல்ற மாதிரி இருக்கிற சில இதுதான். பேசவே இல்லை அவர், நிறைய சுத்தமா பேசவே இல்லை. அந்த லுக்கு பாக்குறப்பே வந்து லைக் வந்து என்ன சொல்ற, ரொம்ப ஒரு கோவம் இந்த இருக்கிற மாதிரி ஒரு அப்படியே டிமாண்ட் பண்ணி ஒரு விஷயத்த வந்து வாங்குற மாதிரியும் இருக்கிற மாதிரி இருந்துச்சு. வித் அந்த லென்ஸ் ஆகட்டும், அந்த பெரிய திக்கு மீச, ஒரு ஆர்மி ஒரு மாதிரி டபுள் ஷேட் கட் மாதிரி பண்ணிட்டு அந்த பிளாக் கலர்ல அந்த இது வச்சிருக்காங்க, ஒரு கைண்ட் ஆஃப் வச்சிட்டு, சோ டு கிவ் இன் மோர் அந்த வில்லன் லுக் மாதிரி நெகட்டிவ் ஷேட்ஸ் இருக்கிற மாதிரி. சோ அதனால ரொம்ப நல்லா இருந்துச்சு. சோ அவரோட கேரக்டர் வந்து அந்த காமெடிக்கு வரவே இல்ல. அந்த லைன் வந்து அப்படியே போயிட்டே இருந்தாரு. அவர் ஃபுல் கேரக்டர் வந்து இதுல வந்து அப்படியே ரொம்ப சீரியஸா அதே மாதிரி தான் இருந்தாரு. அண்ட் நடுவுல வந்து அதாவது வில்லனேஸ் காமெடியன் அந்த மாதிரி கண்டிப்பா எல்லா கமர்ஷியல் மூவிலயும் வர மாதிரி நம்மளோட அபு நம்பூதிரி, அதாவது வந்து அனுகே அன்யன், அவர் வந்து பயங்கரமா வந்து பண்ணியிருந்தாரு. லைக் ஃபுல்லா அதுவும் அந்த வேக்ஸ்ல போயிட்டு அவர் அந்த இதுல பண்ணி லாஸ்ட் சாப்டர் அதெல்லாம் வந்து பயங்கரமா இருந்தது ஆக்சுவலா அந்த ஒரு இடம். அண்ட் அந்த ரெண்டு பேர் அவங்க இருக்காங்கல்ல, லோலன் அண்ட் அந்த இன்னொருத்தர், சோ அவங்களுக்கு வந்து வேற வழியே இல்ல. தே ஆர் இந்த என்ன சொல்றது, அந்த காமெடிலேயே அப்படியே ஆடிட்டே இருக்கிற மாதிரி அந்த இதெல்லாம் வந்து லைக் ஸ்டார்டிங்ல இருந்து எண்ட் வரைக்கும் அவங்களுக்கு வந்து நல்ல ஒரு ரோல். ஆக்சுவலா பயங்கர செம ரோல் அவங்களுக்கு. அண்ட் என்ன சொல்றது, ஒரு ஸ்டபர்னான ஒரு அசிஸ்டன்ட் வச்சிருக்காங்க அந்த மாதிரி. லைக் நிறைய பேர் ஆக்சுவலி கிடையாது, லைக் ரொம்ப கம்மியான. அவரு பிரச்சனை பிரகாசம் அவர் வரல, கேரக்டர் இல்ல, அது பதிலா இவங்களுக்குள்ளேயே வந்து இருந்துச்சு. அண்ட் லைக் அந்த அசிஸ்டன்ட் அவர் வந்து ஃபுல்லா கண்ணாடி, ரெட் கிளாஸஸ், அந்த தாடி வந்து அவர் வந்து டிஃபரெண்டா ஒரு தாடி வச்சு டிஜே டைப்ல வந்துட்டு நான் ப்ரொஃபஷனலா கேட்கிறேன், 6 மாசம் சம்பளம் எனக்கு தரல பரவாயில்லையா அப்படின்னு. ஸோ அந்த மாதிரி வந்து சில கவுண்டர்ஸ் வந்து போறது, எனக்கு வந்து ஸ்கில் இருக்கு அப்படின்னு, ஸ்கில் இருந்தா நான் உனக்கு கொல்லு அப்படின்ட்டு லைக் ரைமிங்கா மலையாளத்துல வந்து அவங்க சொல்றதாகட்டும். ஸோ அந்த மாதிரி விஷயங்கள் சின்ன சின்னதா வந்து வச்சிருந்தாங்க. அண்ட் ஆக்சுவலி என்ன அப்படின்னா இது வந்து ஒரு கமர்ஷியல் ஷார்ட் ஃபிலிம்னு நான் சொல்லுவேன். எனக்கு என்னை பொறுத்த வரைக்கும் இன்னும் ஒரு இடத்துல வந்து மேபி ஒரு லவ் ஆங்கிள் வேற வந்து அந்த மாதிரிலாம் வந்ததுன்னா இது ஃபுல் கமர்ஷியல் மூவியாவே இதை வந்து ஆக்கிடலாம்னு நினைக்கிறேன். வித் டிஃப்ரெண்ட் இன்னும் நிறைய ஆஸ்பெக்ட்ஸ் எல்லாம் பிளாட் பெருசா வந்து போக நகராம லைக் அந்த உல்கா அதை பேஸ் பண்ணி தான் வந்து லைக் வரணும் அப்படின்னுக்காக இங்க இவருக்கு வந்து கால் பண்ணி டீல் பேசி அதுக்கப்புறம் எடுத்துட்டு சொல்லிட்டு கடைசியில இவரே வந்து கடைக்கு திரும்பி வந்து இவங்களை வந்து புடிச்சிருது. அந்த ஷாட் நல்லா இருந்துச்சு, நல்லா இருந்தது இல்ல. அந்த ஃபர்ஸ்ட்ல காமிச்ச அந்த ஃபேஸ் மாஸ்கே வந்து லாஸ்ட்ல வந்து அவங்களுக்கு ஹெல்ப் பண்ற மாதிரி அந்த இது மேல வச்சிருக்காரு. இது எதுக்கு யூஸ் இல்லாம வச்சிருக்கேன் அப்படின்னு சொல்ற திடீர்னு அதுதான் வந்து பெரிய யூஸா வந்து
தலையில பட்டு அவர் கீழே விழுந்துறாரு. சோ அதனால நல்லா இருந்தது, ஒரு டிஃப்ரெண்ட் அண்ட் வெளியில அந்த காமிச்ச அந்த ஏரியாலாம் ரொம்ப நல்லா அந்த ஷார்ட்ஸ் அது ரொம்ப நல்லா இருந்துச்சு. ஆக்சுவலி எனக்கு அது பார்த்த மாதிரி ஒரு ஞாபகம். ஆக்சுவலா அந்த டச் கம்யூனிட்டி, அந்த ஒரு நிறைய ஷாப்பிங் ஏரியாலாம் வந்தது இல்ல, அதெல்லாம் எனக்கு பார்த்த மாதிரியே ஒரு ஞாபகம். மேபி கொச்சின் அந்த மாதிரி ஏதாவது இருக்குமா, ஐ மே பி ராங். நான் பார்த்தது நான் சொல்றேன் ரொம்ப நல்லா இருந்துச்சு. அந்த ஒரு சின்ன சின்ன கதை, அந்த மாதிரி சில விஷயங்களை காது தட்டி பாக்குறது. அந்த ஒரு பையன் அவனுக்கு வந்து அந்த கேரக்டர் வந்து லைக் எல்லாத்தையும் சொல்லிட்டு அவன் அப்படியா அந்த மாதிரி 3 கொஸ்டின் கேட்டுட்டு இல்ல நான் பாக்கல அப்படின்னு சொல்லி சோ அந்த ரெண்டு இடத்துல அதை வந்து வச்சிருக்காங்க. இப்படிதான் எல்லா ஒயிட் மேனும் இருப்பாங்க அப்படின்னு சொல்றது, இல்லைன்னா இப்படிதான் வந்து எல்லாருமே ஓடுறவங்களும் இப்படிதான் இருப்பாங்க. சோ அந்த மாதிரி ரொம்ப ஜென்ரிக்கா வந்து பேசி வந்து எல்லாரையும் தேவையில்லாம வந்து பம்பு கிழிக்கிற மாதிரி பண்ற கேரக்டர் வந்து நல்லா இருந்துச்சு. சோ கறிக்கு அப்படிங்கிறதுக்கு ஏத்த மாதிரியே வந்து அவங்க அதானே சொல்லியிருந்தாங்க, ரொம்ப ரிஃப்ரெஷிங்கா இருக்கும் அந்த குடிக்கும் போது, லைக் டெண்டர் கோகனட் குடிக்கும் போது. சோ அந்த மாதிரி இவங்களும் வந்து ரொம்ப ரிஃப்ரெஷிங்கா நிறைய கான்செப்ட்ஸ் வந்து எடுத்துட்டு வராங்க. சோ லுக்கிங் ஃபார்வர்ட் ஃபார் மோர் அண்ட் மோர் சச் ரிஃப்ரெஷிங் கான்செப்ட்ஸ். அண்ட் கண்டிப்பா வந்து ரொம்ப இன்ட்ரெஸ்டிங்கான ஒரு வீடியோ, ரொம்ப டிஃபரெண்டான ஒரு வீடியோ. இதற்கு நாங்க பார்த்ததுல வந்து லைக் வந்து ஒரு அவுட்டோர் கனெக்ட் இருந்துச்சு. பட் அவுட்டோரை விட அவங்க கேரக்டர் அந்த ஃபீச்சர்ஸ் வந்து அப்பியரன்ஸ் வந்து பயங்கரமா வந்து பண்ணியிருந்தாங்க. செம்மையான ஒரு எக்ஸ்பீரியன்ஸ். ஸோ லுக்கிங் ஃபார்வர்ட் டு டிஃபரெண்ட் ஜானர்ஸ் ஆஃப் மோர் கரிக்கு வீடியோஸ். சோ இந்த வீடியோ உங்களுக்கு பிடிச்சிருந்தா கண்டிப்பா லைக் பண்ணுங்க, கமெண்ட் பண்ணுங்க, ஃப்ரெண்ட்ஸ் அண்ட் ஃபேமிலியோட ஷேர் பண்ணுங்க. மறக்காம எங்க சேனலுக்கு சப்ஸ்கிரைப் பண்ணுங்க, அந்த பக்கத்துல இருக்க பெல் ஐகானை கிளிக் பண்ணுங்க. Thank you. Bye.